all my beautiful souls, welcome back to my channel, and I'm so happy and excited to be here with another tarot reading. I hope all my friends are safe and doing awesome today. സോ ഇന്ന് നമ്മൾ ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷൻ, അവരുടെ നെക്സ്റ്റ് മൂവ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സോ ഞാനിവിടെ 3 സ്റ്റോൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്പർ 1, number 2 blue color, and number 3. So think about your person and select one stone. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ കുറച്ച് നേരം, കുറച്ച് സെക്കൻഡ്സ് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോൺ സെലക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമ്പർ 1. Stone number 1, your person's current feeling, situation, and their next move towards you. Stone number 1. Stone number 1. Their current feeling, their current situation, their next move towards you. Towards you. Situation and next move towards you. Alright, stone number 1. So their current feeling, current situation, and their next move towards you. Okay, so maybe അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് maybe അവരുടെ ലൈഫിൽ ഒന്ന് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാനുണ്ടാവും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഒരു വ്യക്തി കൂടെ ഉണ്ടാവും. ഓക്കെ, മേ ബി അവർ നിങ്ങളെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ 2 പേര് അവരുടെ ലൈഫിലുള്ളൊരു സിറ്റുവേഷൻ കൂടെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അവർ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അവരുടെ ഇമോഷണലി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പോകുന്ന സിറ്റുവേഷൻസ് ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് കാണുന്നത്. അവരുടെ ഒരു കറണ്ട് ഫീലിംഗ്, നിങ്ങളോടുള്ള ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു ഡിസയർ ഉണ്ട്. ഓക്കെ, അവർക്ക് ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട്, ഒരു പാഷൻ നിങ്ങളെടുത്തുണ്ട്. നിങ്ങളെടുത്ത ഒരു ലവ്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അതിനിപ്പോൾ കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടോ. നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലൊരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കും. ഈവൻ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഒരു ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സ്ട്രോങ് ഡിസയർ നിങ്ങളെടുത്തുണ്ട്. ഓക്കെ, അത് മേ ബി അവർ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളായിട്ടൊരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരാൻ അവർക്കൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളടുത്തുള്ള ഒരു പാഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഈവൻ നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഇടയ്ക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളടുത്ത ഒരു സ്ട്രോങ് പാഷൻ ഉണ്ട്. നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ, മേ ബി അവർ നിങ്ങളടുത്ത് ഫീലിങ്സ് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. കറന്റ് ഫീലിങ്സ്, സിറ്റുവേഷൻ, and next action towards you. Number 1, what is their current feeling, situation? What's their current feeling, situation towards you? Alright, so
നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്ട്രാ പേഴ്സൺ കൂടെ ഉണ്ടാവും. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ റിലേഷൻഷിപ്പിലായിരിക്കും. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു പാഷൻ നിങ്ങളോടുള്ള, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് മൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഒക്കെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല ലൈഫിൽ. കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ട്. ഓക്കെ, ഒരുപാട് പാഷൻ ഫീലിങ്സ് ഉണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളായിട്ട് ജീവിക്കാൻ അവർക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേറെ ഫാമിലി ഉണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു ഡിസയർ, ആ ഒരു ആഗ്രഹം നിങ്ങളെടുത്തുണ്ട്, ആ ഒരു സ്ട്രോങ് ഫീലിങ്സ്, ഡിസയർ ഒക്കെ നിങ്ങളെടുത്തുണ്ട്. അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം അവർക്കൊരു പ്ലാൻ ഉണ്ട്, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്കൊരു ആഗ്രഹമുണ്ട്. ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അവർക്കൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അവർക്ക് ആ ഒരു ഫീലിങ്സ് അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം. ഈവൻ നിങ്ങൾ കോൺടാക്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങളെ കാണണം. മേ ബി അവർ നിങ്ങളെ കാണാൻ വേണ്ടി ട്രാവൽ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സൂൺ മീറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു സ്ട്രോങ് ഡിസയർ അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. ഓക്കെ, നിങ്ങളായിട്ടൊരു ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. മേ ബി കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കൂടെ ജീവിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളെ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവും. കാരണം തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ അതൊക്കെയാണ് അവരുടെ നെക്സ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ. അവർ സൂൺ എക്സ്പ്രസ് ചെയ്യും, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മീറ്റ് ചെയ്യാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ അവർ വരുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സമയമായി, അല്ലെങ്കിൽ അവരുടെ ആ ഫീലിങ്സ് ഒക്കെ അവർക്ക് നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണം. അതാണ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, your person, what is their current feeling, their current situation, and next action towards you. Number 2, what is their current feeling, their situation, and their next move towards you. Their current feeling, situation, and next action towards you. എന്താണ് അവരുടെ കറന്റ് ഫീലിംഗ്, കറന്റ് സിറ്റുവേഷൻ, ആൻഡ് നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു. നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് അവരിപ്പം എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നത്, അതിൽ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അവർക്ക് ഒരുപാട് അഡ്വൈസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലീസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം അവർക്ക് കറക്റ്റായിട്ട് എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ അറിയാത്ത, അല്ലെങ്കിൽ അവർ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സറൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലായിരിക്കും അവരിപ്പം ഉള്ളത്. മേ ബി നിങ്ങളെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 2 കാസ്റ്റോ അല്ലെങ്കിൽ 2 റിലീജിയനോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അവർ സ്റ്റക്കാണ്, അവർക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല. അവരൊരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷെ അവർ ആ ഒരു സിറ്റുവേഷന് ഓവർകം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രോങ് ഫീലിങ്സ് ഉള്ളത് അവർക്ക് നിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് നിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ വരേണ്ടതെന്ന് അവർക്കൊരു ഫീലിങ്സ് ഉണ്ട്, ആ ഒരു ആഗ്രഹമുണ്ട്. മേ ബി ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഈവൻ നിങ്ങൾ കോൺടാക്ട് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ ഒരു
വ്യക്തിയുടെ അടുത്ത് നിന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, നിങ്ങൾ മേ ബി ഒരു ആളുടെ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെസ്പോൺസിന് വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അവരൊരു സൈലന്റ് അല്ലെങ്കിൽ കോൾഡ് റെസ്പോണ്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. കാരണം ഈ ഒരു സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, മേ ബി അവരുടെ ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. What is your current feeling, situation and action towards you? What is your current feeling? Their next move towards you. Their next move towards you. മേ ബി നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, ഒരു കറന്റ് സിറ്റുവേഷൻ മേ ബി നിങ്ങൾ ബ്രേക്കപ്പിലൂടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഈവൻ കോണ്ടാക്ട് ഉണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ടാവില്ല, ഒരു സ്റ്റക്ക് ആയിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഒക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, സോ അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ കൂൾഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ടാവില്ല. മേ ബി ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആവുന്ന സമയമായിരിക്കാം, ഫിനാൻഷ്യലി വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കാം അവർ. ഓക്കെ, ഫിനാൻഷ്യലി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സമയം കൂടി ആയിരിക്കാം ഇത്. ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കാരണമായിരിക്കാം റിലേഷൻഷിപ്പ് എങ്ങനെ സ്ലോലി പോകുന്നത്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന റെസ്പോൺസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങളിപ്പം സംസാരിക്കാൻ ശ്രമിച്ചാലും അവർ കോൾഡാണ്, അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, അവർക്ക് നിങ്ങളോട് ഒരു അഡിക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പൊതുവെ അവർക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാവും, എസ്പെഷ്യലി ഫിസിക്കൽ ആയിട്ടുള്ള അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെടുത്ത് ഒരുപാട് ഫിസിക്കൽ ഡിസയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുള്ള വ്യക്തിയായിരിക്കും ഇത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. റീസെന്റ് ആയിട്ട് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് ആ ഒരു അഡിക്ഷൻ നിങ്ങളുടെ അടുത്ത് കാണുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, ഈവൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് നിന്ന് കിട്ടില്ല. കാരണം ഇതിൽ വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി ഒക്കെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ മനസ്സിലായ ഒരു ഫീലിങ്സ് ഉണ്ട്, എസ്പെഷ്യലി ആ ഒരു അഡിക്ഷൻ, നിങ്ങളുടെ ഒരു അഡിക്ഷൻ കാണുന്നുണ്ട്. ഒരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, ആ ഒരു സ്ലോ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ റീസെന്റ് ആയിട്ട് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ്, ഓക്കെ, മേ ബി നിങ്ങളൊരു കാർമിക് സോൾമേറ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ലൈഫിലെ റൊമാൻറ്റിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ആവണമെന്നുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ സോൾമേറ്റിനെ തന്നെയാണ്. സോ ആ ഒരു അഡിക്ഷൻ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അഡിക്ഷൻ ഉണ്ട് നിങ്ങളടുത്ത്. നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് എന്തായാലും പറ്റില്ല. ഈവൻ നിങ്ങളെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ കുറച്ച് കോൾഡായിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ വാനിഷ്ഡ് ആയ പോലെ, ആ ഒരു സിറ്റുവേഷൻ അവർ വാനിഷ്ഡ് ആയ പോലെ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സഡൻ ചേഞ്ചസ് അവർക്ക് ഉണ്ടാവും. അതുവരെ അവർ റിയാക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ആയിരിക്കും അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. സഡൻലി അവർ വാനിഷ്ഡ് ആയ പോലെ തോന്നുന്നുണ്ടാവും. ഓക്കെ, അതുവരെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ലൈഫിൽ നിന്ന് മൂവ് ചെയ്ത പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ലൈഫിൽ മാറ്റം സംഭവിച്ച പോലെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, നിങ്ങളുടെ സോൾമേറ്റ് തന്നെയായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണ്, അവരൊരു സ്റ്റക്കാണ് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, പക്ഷേ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മാറ്റം വരുന്നുണ്ട്, ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതൊക്കെയാണ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 3 നൗ. What is your current feeling, current situation, and what is their next action towards you? What is your current feeling, situation towards you, and what is your current situation and
feelings and next action towards you. Feeling current situation and next action towards you. What I'm saying, darling. എന്താണ് കാണുന്നത്? കിങ് ഓഫ് പെൻറ്റിക്കിളും ക്വീൻ ഓഫ് പെൻറ്റിക്കിളും. ഓക്കെ, യു ആർ ദ പെർഫെക്റ്റ് മാച്ച് എന്ന് വേണം പറയാൻ. രണ്ടാളും ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ടാളും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്നേഹം പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആളാണ്. ഓക്കെ, നിങ്ങൾ മേ ബി കോണ്ടാക്റ്റിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. കോണ്ടാക്റ്റിലില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കോണ്ടാക്റ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ സീക്രട്ട് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളൊരു പെർഫെക്റ്റ് മാച്ച് എന്ന് വേണം നമുക്ക് പറയാം. മാസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയാണ്. നിങ്ങളൊരു പെർഫെക്റ്റ് മാച്ച് ആണെന്ന് വേണം പറയാൻ. രണ്ടാൾക്കും ആ ഒരു സ്നേഹം, ഓക്കെ, രണ്ടാളും ആ ഒരു സ്നേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ രണ്ടാളും നിങ്ങൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് മാച്ച്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ രണ്ടാളുടെ ഫീലിങ്സ് മ്യൂച്വലാണ്. ഇവർ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്നേഹം ആ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. നിങ്ങളായിട്ടുള്ള സ്നേഹം, റിലേഷൻഷിപ്പ് ഒക്കെ അവർ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു റൈറ്റ് പേഴ്സൺ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അതുപോലെ രണ്ടാൾക്കും തോന്നിയിട്ടുള്ളതാണ്, രണ്ടാൾക്കും അറിയാം. അല്ലെങ്കിൽ രണ്ടാളും ആ ഒരു സ്നേഹം അത്ര പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. രണ്ടാളും ആ ഒരു പെർഫെക്റ്റ് മാച്ച് എന്ന് വേണം പറയാൻ. ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലാന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, യു ആർ ഓൾവേസ് സ്പെഷ്യൽ ഇൻ ദർ ലൈഫ്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് മൂവ്? What is their current feeling, Tarot? What is their current feeling? Okay. Oh my God. See this page of swords and here page of swords. പേജ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, നിങ്ങൾ രണ്ടാളും നിങ്ങൾ സീക്രട്ട് ആയിട്ട് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട്, അല്ലെങ്കിൽ രണ്ടാളും ചെയ്യുന്നത് ഒരേ കാര്യമായിരിക്കും. നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടാളും സീക്രട്ട് ആയിട്ട് നോക്കുന്നുണ്ടാവും അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് സ്റ്റേറ്റസ്, അങ്ങനെ ആയിരിക്കും ഇപ്പം കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ ഗ്യാപ്പ്, ഓക്കെ, നിങ്ങളെ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും ഞാൻ കാണുന്നില്ല. രണ്ടാളും വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ആരാണ് ആദ്യം വരിക, അല്ലെങ്കിൽ ആരാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാൾക്കും ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ രണ്ടാളും ഒരു സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ആരാദ്യം വരിക, അല്ലെങ്കിൽ ആരാദ്യം കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരാദ്യം സംസാരിക്കാന്നൊക്കെ രണ്ടാളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളായിട്ടൊരു പാഷൻ അവർക്കുണ്ട്. സോ നിങ്ങളായിട്ടൊരു സീരിയസ് ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളടുത്ത്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. ആ ഒരു ലവ് വളരെ പ്രഷ്യസ് ആണ്. നിങ്ങളായിട്ടുള്ളൊരു സ്നേഹം അവർക്ക് വളരെ പ്രഷ്യസ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പെർഫെക്റ്റ് ആളാണെന്നൊക്കെ വേണം നമുക്ക് പറയാൻ. സോ നിങ്ങളായിട്ടുള്ളൊരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഡിസയർ, ഒരു സ്ട്രോങ് ഫീലിങ്സ്, ഡിസയർ ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ആ ഒരു പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ ഉണ്ട്. രണ്ടാൾക്കും സെയിം ആണ്. ഓക്കെ, രണ്ടാളുടെ ഫീലിങ്സും സെയിം ആണ്. ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പോ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് വരികയാണ്. മേ ബി അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വീണ്ടും എക്സ്പ്രസ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഓക്കെ, അവർ ഇത്രയും കാലം ഹോൾഡ് ചെയ്ത് വെച്ച ഒരു സ്നേഹം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു സ്നേഹം അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യും. നിങ്ങളും വെയിറ്റ് ചെയ്യുന്നത് അതാണ്, അവരും വെയിറ്റ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഈവൻ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ടാൾക്കും ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം അത്ര ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഇത്. പെർഫെക്റ്റ് മാച്ച്, പെർഫെക്റ്റ് കപ്പിൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ലൈഫിലേക്ക് വരണം. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പാഷൻ ഉണ്ട്, ഡിസയർ ഉണ്ട്, സ്നേഹമുണ്ട്. അതൊക്കെ അവർക്ക് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, രണ്ടാളും ആരാദ്യം ലൈഫിലേക്ക് വരും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കാം ഇത്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും ആരാദ്യം എക്സ്പ്രസ് ചെയ്യും, സ്നേഹം ആരാദ്യം എക്സ്പ്രസ് ചെയ്യും എന്ന് ആലോചിക്കുന്ന ആൾക്കാരുമായിരിക്കും. ഓക്കെ, പക്ഷെ ആ ഒരു വ്യക്തി തന്നെ ഒരു മൂമെന്റ് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഒരു റീഡിംഗ് നമ്പർ 3, നിങ്ങളുടെ റീഡിംഗ് ഇസ് ഓൾ അബൌട്ട് ലവ്.
സ്നേഹം മാത്രം കാണാൻ പറ്റുന്നുള്ള ഒരു പാഷൻ, ഡിസയർ എല്ലാം ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓൾറൈറ്റ്, സോ അതാണ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. അവർ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സമയമാണ്. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദേ ആർ കമ്മിങ് ബാക്ക് ടു യുവർ ലൈഫ്. ഓൾറൈറ്റ്, സോ അതാണ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്